പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മളെല്ലാവരും SLC പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. SLC പരീക്ഷ നമ്മുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇനി എന്ത് ചെയ്യും? SLCക്ക് ശേഷം ഏതെല്ലാം തരത്തിലുള്ള കോഴ്സുകളാണുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് എൻ്റെ അംബീഷൻ നേടിയെടുക്കാനാവുക? ഇങ്ങനെ കുട്ടികളെ കുഴക്കുന്ന 1000 പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക സാഹചര്യമാണ് ഈ സമയം. ഈ സമയത്ത് കൃത്യമായ രീതിയിൽ SLCക്ക് ശേഷം പഠിക്കാനാവുന്ന കോഴ്സുകൾ ഏതൊക്കെ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ഫസീഹുദ്ദീൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഫ്റ്റർ SSLC നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ചേർക്കാനാവുക, ഇതിൽ ചേർന്ന് പഠിക്കാനാവുക, ഈ കോഴ്സുകളൊക്കെ ചേർന്ന് പഠിച്ചാൽ നമ്മൾ എവിടേക്കാണ് എത്തുക എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു സംഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇതിൽ ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ഏത് കോഴ്സ് എടുക്കണം, ഏത് സ്ട്രീമിൽ എടുക്കണമെന്ന് അറിയുന്നതിന് മുന്നേ പ്രധാനമായിട്ടും ഒരു 3 കാര്യങ്ങൾ നമ്മൾ ഇതിനെ അടിസ്ഥാനമാക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് വിഷയത്തിനോടുള്ള താല്പര്യം, ഇൻട്രസ്റ്റ് സബ്ജക്റ്റ്. ഒരു വിഷയം പഠിക്കാനുള്ള നമ്മുടെ താല്പര്യം, കുട്ടീൻ്റെ താല്പര്യം എന്താണോ ആ താല്പര്യത്തെ നമ്മൾ വളരെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ രക്ഷിതാവിൻ്റെ താല്പര്യത്തിന് വേണ്ടി പഠിക്കേണ്ട ഒരവസ്ഥ, ഇത് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വലിയ തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ അംബീഷൻ, കുട്ടീൻ്റെ ആഗ്രഹം എന്താണ്, ഒരു കുട്ടിക്കുണ്ടാകുന്ന ആഗ്രഹം എന്താണ്, അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അവരടുത്തത്, ഈ കോഴ്സ് ഫ്യൂച്ചർ ഓഫ് ദ കോഴ്സ് ഇപ്പോൾ അതിന് പ്രശസ്തി ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയൊരു 10 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ കോഴ്സിൻ്റെ പ്രാധാന്യം? ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം പ്രധാനമായിട്ട് SLCക്ക് ശേഷമുള്ള കോഴ്സുകൾ നമ്മൾ ഒറ്റനോട് നോക്കുകയാണെങ്കിൽ HSS, അതുപോലെ VHSC, പോളിടെക്നിക്, ITI, സർട്ടിഫിക്കറ്റ് കോഴ്സ് ബൈ ഗവൺമെൻറ്, ഇത്രയും കോഴ്സുകൾ, ഇത്രയും മേഖലയിലേക്കാണ് നമുക്ക് തിരിയാൻ കഴിയുക. ഞാൻ സമയ കുറവ് കൊണ്ട് അല്പം സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ഇതിൽ ഒന്നാമത് കാണുന്നത് HSS, സയൻസ് വിഷയങ്ങൾ, അതുപോലെ അതിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ പോലെയുള്ള സയൻസ് വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായതാണ് സയൻസ് സ്ട്രീം. അതുപോലെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടിങ്, ഇത് താല്പര്യമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായതാണ് കൊമേഴ്സ്. അതുപോലെ ഹ്യൂമാനിറ്റീസ്, അതായത് സോഷ്യോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഇത് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ പഠിക്കാവുന്ന സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി കോഴ്സിന് ശേഷം അതല്ലെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കോഴ്സാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ഇത് പ്രധാനമായിട്ടും ഈ ഒരു കോഴ്സ് പഠിക്കുന്നതോടുകൂടി എത്രയും പെട്ടെന്ന് തൊഴിൽ പരിചയം നേടുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് VHSC. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് 5 മേഖലകളിലുള്ള പഠനം അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. എൻജിനീയറിംഗ് സബ്ജക്റ്റ് ഉള്ള വിഷയങ്ങൾ, അതുപോലെ ടെക്നോളജി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അതിൽ ഹോം സയൻസ് ബന്ധപ്പെട്ട വിഷയങ്ങൾ,
കൊമേഴ്സ് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ ഹ്യൂമാനിറ്റീസ്, അങ്ങനെ വലിയൊരു ഓപ്ഷൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹയർ സെക്കൻഡറി ഓപ്ഷനേക്കാൾ വലിയൊരു ഓപ്ഷനാണ് VHSC കോഴ്സ് എടുത്തത്. കാരണം 5 ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ് VHSC കോഴ്സുകൾ. അത് മാത്രമല്ല, VHSC കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലാറ്ററൽ എൻട്രി മുഖേന പിന്നെ BTech പോലെയുള്ള കോഴ്സ് 2ാം വർഷത്തേക്ക് കയറാനുള്ള സൗകര്യവും ഇന്ന് ലഭ്യമാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് പോളിടെക്നിക്. ഈ പോളിടെക്നിക് കോളേജുകളിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, ഇതൊരു ഡിപ്ലോമ കോഴ്സാണ്. ഇത് 3 വർഷമാണ് ഇതിന് കാലാവധി. അധിക കോഴ്സുകൾ 3 വർഷമാണ്. ഈ പോളിടെക്നിക് കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലാറ്ററൽ എൻട്രി പ്രകാരം BTechന് ചേരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് VHSC കോഴ്സുകൾ കഴിഞ്ഞ ആളുകൾക്ക് ലാറ്ററൽ എൻട്രി പ്രകാരം പോളിടെക്നിക്കിൽ കയറാം. പോളിടെക്നിക്ക് കഴിഞ്ഞ ആളുകൾക്ക് അവിടെ 2ാം വർഷം BTechലേക്ക് നേരെ ലാറ്ററൽ എൻട്രി പ്രകാരം ചേരാനുള്ള സൗകര്യം ലഭ്യമുണ്ട്. ഇതിലും ഇഷ്ടംപോലെ അഡ്വാൻസ്ഡ് കോഴ്സുകളുണ്ട്, ഒരുപാട് കോഴ്സുകൾ. പ്രധാനമായിട്ട് ഇതിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ്, പ്രിൻറ്റിംഗ് ടെക്നോളജി തുടങ്ങിയുള്ള ഓട്ടോമൊബൈൽ പോലെയുള്ള ഒരുപാട് കോഴ്സുകൾ ലഭ്യമാണ്. അതുപോലെ പിന്നെ മറ്റൊന്നുള്ളതാണ് ITI. SLC കഴിഞ്ഞവർക്ക് അനുയോജ്യമായ ഒന്നാണ് ITI. ഈ ITI കോഴ്സുകൾ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനങ്ങളാണ് നടക്കുന്നത്. ഈ കോഴ്സുകൾ SLCക്ക് ശേഷം ഏറ്റവും 1 വർഷത്തെ കോഴ്സുകളും അതുപോലെ 2 വർഷത്തെ കോഴ്സുകളുമായിട്ടാണ് ഇത് നിൽക്കുന്നത്. SLCക്ക് ശേഷം ഈ കോഴ്സിന് ശേഷം ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നേരെ ഫീൽഡിലേക്ക് ഇറങ്ങാവുന്ന, എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ജോലി കരസ്ഥമാക്കുന്ന ഒന്നാണ് ITI. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ. ഹയർ സെക്കൻഡറി കോഴ്സുകൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ, പോളിടെക്നിക്, ITI. അവസാനമായിട്ട് പറയുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഗവൺമെൻറ് കൊടുക്കുന്ന ചില സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഫാഷൻ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയുള്ള ചില മേഖലയിൽ LBS അടക്കമുള്ള ചില ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റുള്ള, അതുപോലെ ഡാറ്റ എൻട്രി കോഴ്സുകൾ തുടങ്ങിയുള്ള ചില കോഴ്സുകൾ നൽകുന്നത്. ഇതൊക്കെ SLCക്ക് ശേഷം ഒരാൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതിൻ്റെ താല്പര്യത്തിനനുസരിച്ചും കോഴ്സിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചും ഒക്കെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് ഇതുപോലെ നമുക്ക് ഈ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുകയും ഇഷ്ടമുള്ള കോഴ്സുകളെടുത്ത് പഠിച്ച് മുന്നേറാനുള്ള ഓപ്ഷനുകൾ ഇന്ന് ലഭ്യമാണ്. അതോടുകൂടി ഇന്നത്തെ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.